ഇതുവരെ നമ്മൾ ഈ കഥയുടെ ഒരു വശം മാത്രമാണ് കണ്ടത്, അമേരിക്കൻ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ ഭാഗം. പക്ഷേ ഈ കഥയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരേ ഭൂമിയിൽ ഒരേ ദേവാലയത്തിനായി കാത്തിരിക്കുന്ന ജൂതരുടെ കഥ. നൂറ്റാണ്ടുകളായി ജൂതർ അവരുടെ മശീഹയെ കാത്തിരിക്കുകയാണ്. ദേവാലയ പുനർനിർമ്മാണവും വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവും അവരുടെ പ്രാർത്ഥനകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു വിദൂര സ്വപ്നം പോലെ. 1920-കളിൽ റബായ് അബ്രഹാം ഐസക് കുക്ക് എന്ന ജൂത പണ്ഡിതൻ ആ കാത്തിരിപ്പിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകി. ഫലസ്തീൻ മണ്ണിലേക്കുള്ള ജൂതരുടെ തിരിച്ചുവരവ് കേവലം രാഷ്ട്രീയമല്ല, അത് മശീഹയുടെ വരവിൻ്റെ ആദ്യഘട്ടമാണെന്ന് അയാൾ വ്യാഖ്യാനിച്ചു. അതായത് ഡാർബി ക്രൈസ്തവതയോട് ചെയ്തത് ഐസക് കുക്ക് ജൂതമതത്തിനോട് ചെയ്തു. ജൂതരുടെ ഒരു പ്രാർത്ഥനയെ അയാൾ ഒരു രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റി. 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിനു ശേഷം ജെറുസലേം, ടെമ്പിൾ മൗണ്ട്, ഹെബ്രോൺ തുടങ്ങിയ ജൂതവിശ്വാസത്തിന്റെ ഹൃദയഭൂമികൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി. ഒരു വിഭാഗം ജൂതർ ഇതിനെ ഒരടയാളമായാണ് കണ്ടത്. ഐസക് കുക്ക് പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. മശീഹയുടെ വരവ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നവർ ആശ്വാസം കൊണ്ടു. അങ്ങനെ കാലങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പ് പ്രാർത്ഥനയിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് മാറി. വാഗ്ദത്ത ഭൂമി മുഴുവൻ തിരിച്ചുപിടിക്കണം, അവിടെ ദേവാലയം പുനർനിർമ്മിക്കണം, മശീഹയുടെ വരവ് വേഗത്തിലാക്കണം. ഇതാണ് ഇനിയുള്ള ദൗത്യം. മശീഹ വരുന്നതിന് മുൻപ് ലോകം കഷ്ടപ്പെടും എന്നാണ് ജൂതമതത്തിലെ വിശ്വാസം. മശീഹയുടെ പ്രസവവേദന എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്. യുദ്ധം, അരാജകത്വം, നാശം, ഇതെല്ലാം ആ വരവിൻ്റെ അടയാളങ്ങളാണ്. വേദന കൂടുന്തോറും മശീഹയുടെ വരവും വേഗത്തിലാകുമെന്നാണ് വിശ്വാസം. പഴയകാല ജൂത പണ്ഡിതർ പറഞ്ഞത് കാത്തിരിക്കുവാനാണ്, ആ വേദന വരുമ്പോൾ സ്വയം തിരിച്ചറിയുമെന്നാണ്. പക്ഷേ ഇന്നത്തെ ഇസ്രായേൽ നേതാക്കളിൽ പലരും ആ കാത്തിരിപ്പിന് തയ്യാറല്ല. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗവീർ ഒരിക്കൽ ചട്ടം ലംഘിച്ച് അൽ അക്സയിൽ കയറി പ്രാർത്ഥന നടത്തുകയുണ്ടായി. ജെറുസലേമിന്റെ അതിർത്തി ദമാസ്കസ് വരെ നീളുമെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ സ്മോട്രിച്ച് പറഞ്ഞത്. ഇവർ രണ്ടുപേരും വെടിനിർത്തൽ ആവശ്യങ്ങളെ എതിർക്കുകയും യുദ്ധങ്ങൾ നിർത്തരുത് എന്ന് ശഠിക്കുകയും ചെയ്തവരായിരുന്നു. 1990-ൽ ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ജൂത ആത്മീയ നേതാവായ റാബായ് മെനഹം ഷനീർസനെ കാണാൻ അമേരിക്കയിലെ ഹബാദ് ലുബാവിച്ച് ആസ്ഥാനത്തിലെത്തുകയുണ്ടായി. ഇന്ത്യയിലടക്കം സെന്ററുകളുള്ള ലോകത്തെ ഏറ്റവും വലിയ ജൂത സംഘടനയാണ് ഹബാദ്. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വെറും ഒരു പുതുമുഖമായിരുന്ന നെതന്യാഹുവിനെ അദ്ദേഹം അവിടെ വെച്ചൊരു ദൗത്യമേൽപ്പിച്ചു. മശീഹയുടെ വരവ് വേഗത്തിലാക്കണമെന്ന ദൗത്യം. മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം 2026-ൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നെതന്യാഹു ആ ദൗത്യം പരസ്യമായി ഏറ്റുപറഞ്ഞു. നമ്മൾ മശീഹയുടെ നാളുകളിലേക്ക് അടുക്കുകയാണ്. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മൃതശരീരം, ലബനോനിലെ തകർന്നടിഞ്ഞ വീടുകൾ, സിറിയയിലെ അനാഥമായ ഗ്രാമങ്ങൾ, ഇറാനിലെ നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ, ഇതൊന്നും അവർക്ക് ഒഴിവാക്കേണ്ട ദുരന്തങ്ങളല്ല, മറിച്ച് മശീഹയെ വരവേൽക്കാനുള്ള ചുവടുവെപ്പുകളാണ്. ജെറുസലേമിൽ ഒരു കുന്നുണ്ട്. ജൂതർ അതിനെ ടെമ്പിൾ മൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ആ കുന്നിൻ മുകളിൽ ഇന്ന് നിലനിൽക്കുന്നത് ലോക മുസ്ലിങ്ങളുടെ 3ാമത്തെ പുണ്യഗേഹമായ അൽ അക്സ മസ്ജിദാണ്. ജൂതവിശ്വാസപ്രകാരം 3000 വർഷങ്ങൾക്ക് മുൻപ് സോളമൻ രാജാവ് ഈ മണ്ണിലാണ് ആദ്യത്തെ ജൂത ദേവാലയം പണിതത്. പക്ഷേ ബേബിലോണിയൻസ് അത് തകർത്തു. പിന്നീട് ജൂതർ അതേ മണ്ണിൽ 2ാം ദേവാലയം പണിതു. റോമക്കാർ അത് ഇടിച്ചു നിരത്തി. ഒടുവിൽ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ മണ്ണിൽ അൽ അക്സ മസ്ജിദ് ഉയർന്നു. ഇന്നും ആ മസ്ജിദ് അവിടെയുണ്ട്. എന്നാൽ 3ാം ദേവാലയം അവിടെ തന്നെ പണിയണം എന്നാണ് ജൂതരും ക്രിസ്ത്യൻ സയനിസ്റ്റുകളും ഒരുപോലെ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി ഒരു വിഭാഗം ക്രൈസ്തവർക്ക് ആ ദേവാലയം അവിടെ തന്നെ പണിയണം. മറുഭാഗത്ത് തങ്ങളുടെ മശീഹയെ വരവേൽക്കാൻ ഒരു വിഭാഗം ജൂതർക്കും വേണ്ടത് അതേ ദേവാലയം തന്നെ, അതേ മണ്ണിൽ. ഒരുപാട് കാലമായി അൽ അക്സ മസ്ജിദിനടിയിൽ ഇസ്രായേൽ ഖനനം നടത്തുകയാണ്. പുരാവസ്തു ഗവേഷണം മാത്രമാണിതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ ഇത് വെറും ചരിത്ര ഗവേഷണമല്ല, മറിച്ച് അൽ അക്സയുടെ അടിത്തറക്ക് തന്നെ ഭീഷണിയായ ഒരു വൻ പ്രവൃത്തിയാണ്.
മൂന്നാം ജൂത ദേവാലയം ഉയരണമെങ്കിൽ അൽ-അഖ്സയും ഡോം ഓഫ് ദി റോക്കും മാറണം. അടിത്തറ ദുർബലമായാൽ മുകൾ ഭാഗം തനിയെ വീഴുമല്ലോ. അതിനുവേണ്ടിയാണ് അൽ-അഖ്സയുടെ അടിയിൽ ഈ ഖനനങ്ങൾ നടത്തുന്നത്. 2017 2023 നെതന്യാഹു തൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തിയത് അൽ-അഖ്സയുടെ അടിത്തട്ടിലായിരുന്നു. അതൊരു കൃത്യമായ പ്രഖ്യാപനമായിരുന്നു. ഈ ഭൂമിയുടെ അടിത്തട്ട് വരെ ഇപ്പോൾ ഞങ്ങളുടെ കൈകളിലാണെന്ന പ്രഖ്യാപനം. മൂന്നാം ദേവാലയം പണിയുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി ഇസ്രായേലിൽ ദി ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സ്ഥാപനം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 24 കാരറ്റ് തങ്കത്തിൽ തീർത്ത 45 കിലോ തൂക്കമുള്ള മെനോറ, സ്വർണ്ണ കിരീടം, വെള്ളി കാഹളങ്ങൾ, ദേവാലയത്തിന്റെ ബ്ലൂ പ്രിന്റുകൾ, ഇങ്ങനെ എല്ലാറ്റിന്റെയും പണി പൂർത്തിയായി വെയർഹൗസുകളിൽ കാത്തിരിക്കുകയാണ്. ഇനി ഒരു ചുവന്ന പശുവിന്റെ കഥ പറയാം. ബൈബിളിൽ ഒരു കർശന നിബന്ധനയുണ്ട്. ദേവാലയം പണിയണമെങ്കിൽ ആ ഭൂമിയും അവിടുത്തെ പുരോഹിതരും ആദ്യം ശുദ്ധീകരിക്കപ്പെടണം. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഒരു ചുവന്ന പശുവിൻ്റെ ചാരം കൊണ്ടുള്ള ശുദ്ധീകരണം. ഒരു കറുത്ത രോമം പോലുമില്ലാത്ത, ശരീരത്തിൽ യാതൊരുവിധ പാടുകളുമില്ലാത്ത, ഒരിക്കൽ പോലും കലപ്പ വലിച്ചിട്ടില്ലാത്ത ഒരു റെഡ് ഹെയ്ഫർ പശു. ജൂത ചരിത്രത്തിൽ ആകെ 9 തവണയേ ഈ ശുദ്ധീകരണ ചടങ്ങ് നടന്നിട്ടുള്ളൂ. ആദ്യത്തേത് മോശയുടെ കാലത്ത്, അവസാനത്തേത് 2000 വർഷങ്ങൾക്ക് മുൻപ് രണ്ടാം ദേവാലയം നിലനിന്നിരുന്ന കാലത്തും. യേശുവിൻ്റെ തീവ്ര അനുയായി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബൈറൺ സ്റ്റിൻസൺ എന്ന കച്ചവടക്കാരൻ തൻ്റെ ഫാമിൽ വർഷങ്ങളായി സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ ലക്ഷണമൊത്ത ഇത്തരം പശുവിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഒടുവിൽ ബൈറൺ സ്റ്റിൻസൺ തൻ്റെ ലക്ഷ്യം കണ്ടു. ഇസ്രായേലിൽ നിന്ന് റാബായിമാർ അമേരിക്കയിലേക്ക് പറന്നു വന്നു. മാസങ്ങൾ നീണ്ട പരിശോധനകൾക്കൊടുവിൽ 5 ചുവന്ന പശുക്കളെ അവർ തിരഞ്ഞെടുത്തു. 2022 അമേരിക്കൻ എയർലൈൻസ് ബോയിങ് 777 വിമാനത്തിൽ ആ പശുക്കളെ അവർ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. ബൈബിളിൽ പരാമർശിക്കുന്ന ഇസ്രായേലിൻ്റെ പുരാതന ആരാധനാ കേന്ദ്രമായ വെസ്റ്റ് ബാങ്കിലെ ഷീലോ സെറ്റിൽമെൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. 2025 ജൂലൈ 1 സമരിയയിലെ ഒരു മലമുകളിൽ ബോനെ ഇസ്രായേൽ എന്ന സംഘടന ശുദ്ധീകരണത്തിനായി രഹസ്യമായി കൂടി. ഒരു റിഹേഴ്സൽ നടത്തുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ ലക്ഷ്യം. കറുത്ത രോമം മുളച്ചതുകൊണ്ട് യോഗ്യത നഷ്ടപ്പെട്ട ഒരു പശുവിനെ അതിനായി ഉപയോഗിക്കാനായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ അതേസമയം എല്ലാ ലക്ഷണങ്ങളും ഒത്ത മറ്റൊരു പശു സ്വയം മുന്നോട്ട് വന്നുവെന്നും ദൈവം അതിനെ തിരഞ്ഞെടുത്തതാണെന്നും ബോനെ ഇസ്രായേലിൻ്റെ റാബായി പ്രസ്താവിച്ചു. ബൈറൺ സ്റ്റിൻസൺ എന്ന കച്ചവടക്കാരൻ ആ പശുവിന് ഒരു കളങ്കവുമില്ലായിരുന്നു എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ചടങ്ങ് നടന്നു. ആരോണിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ ആ പശുവിനെ ബലി കഴിച്ചു, ചാരം ശേഖരിച്ചു. 2000 വർഷത്തെ കാത്തിരിപ്പ് ഇതോടെ അവസാനിച്ചു. ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിഷയം വൈറലായി. അതുവരെ മൗനം പാലിച്ചിരുന്ന ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ പശുവിന് യോഗ്യതയില്ലെന്നും അതൊരു റിഹേഴ്സൽ മാത്രമായിരുന്നുവെന്നും പ്രസ്താവന ഇറക്കി. പിന്നീട് നമ്മൾ കാണുന്നത് ഇൻഫ്ലുവൻസറും ദേവാലയ പുനർനിർമ്മാണത്തിൻ്റെ ശക്തനായ വക്താവുമായ ആഡം കിങ് അമേരിക്കൻ റൈറ്റ് വിംഗ് പോഡ്കാസ്റ്റർ ടിം പൂളിൻ്റെ പോഡ്കാസ്റ്റിൽ ആ ചാരത്തിൻ്റെ ഒരു പൊതി കയ്യിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുന്നതാണ്. ചടങ്ങ് യഥാർത്ഥമായിരുന്നു. റിഹേഴ്സൽ എന്ന് വിളിച്ചത് ലോകത്തിൻ്റെ പ്രതിഷേധം ഒഴിവാക്കാനുള്ള ഒരു മറ മാത്രമാണ്. ഈ ചാരം തളിച്ചവർ സൗഖ്യം പ്രാപിച്ചു, അന്തർക്ക് കാഴ്ച കിട്ടി. സോ ചടങ്ങ് കഴിഞ്ഞു, ഇനി മശീഹയുടെ വരവാണ്. And now that it's been done, the Messiah can come. ആ ചാരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്തു. ദേവാലയ സേവനത്തിനായി തയ്യാറെടുക്കുന്ന പുരോഹിതന്മാരെ ആ ചാരം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദേവാലയ പാത്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു, പുരോഹിത വസ്ത്രങ്ങൾ തയ്ച്ചു കഴിഞ്ഞു. അവർക്കിനി വേണ്ടത് ഒന്നേ ഒന്ന് മാത്രം, ദേവാലയം. ചടങ്ങ് പൂർത്തിയായി. ഇനി ദേവാലയം പണിയണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. മറ്റൊരു വിഭാഗം ചടങ്ങ് ഇനിയും പൂർത്തീകരിക്കാനുണ്ട് എന്നും വിശ്വസിക്കുന്നു. അവർ അടുത്ത പശുവിനെ ഒരുക്കുന്ന തിരക്കിലാണ്. അമേരിക്കൻ ടെലിവിഷൻ അവതാരകനായിരുന്ന പീറ്റ് ഹെക്സത്ത് 2018 ജെറുസലേമിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. ടെമ്പിൾ മൗണ്ടിൽ ദേവാലയം ഉയരും. അത് സംഭവിക്കാതിരിക്കാൻ ഒരു ന്യായവുമില്ല. അമേരിക്ക നിങ്ങളുടെ കൂടെയുണ്ട്. ആ മനുഷ്യൻ ഇന്ന് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സേനയുടെ തലവൻ. മിഡിൽ ഈസ്റ്റിൽ അശാന്തി പടരുംതോറും മശീഹയുടെ വരവ് വേഗത്തിലാവുകയാണ് എന്ന് ഈ സിദ്ധാന്തക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്നത് ഒരിക്കലും അവരുടെ അജണ്ടയേ അല്ല. നാളിതുവരെ ഈ യുദ്ധങ്ങളൊക്കെ എണ്ണയ്ക്ക് വേണ്ടിയെന്നായിരുന്നു പലരും കരുതിയിരുന്നത്. എന്നാൽ എണ്ണ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള വെറും ഒരു ഇന്ധനം മാത്രമാണ്. ആ യന്ത്രം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇറാഖ് തകർന്നു, ലിബിയ തകർന്നു, സിറിയ തകർന്നു, ലെബനോൻ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എണ്ണ കീഴടക്കിയ ഒരൊറ്റ യുദ്ധത്തിലും
ആ ഭൂപടം ചെറുതായിട്ടില്ല, മറിച്ച് വിശാലമാവുകയാണ് ചെയ്തത്. ഫലസ്തീനിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അത് യുദ്ധത്തിൻ്റെ വെറുമൊരു കൊളാറ്ററൽ ഡാമേജ് അല്ല, എല്ലാം അതിവിദഗ്ധമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ്.